വയനാട്ടിലുള്ള ഭൂരംഗിലെ കുടുംബത്തിന് 5 ഏക്കർ വീതം കൊടുക്കണമെന്ന് മാധവമേനോൻ കമ്മിറ്റിന്റെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും ശരിക്കും സംഘപരിവാറല്ല BJPയും അല്ല. നമ്മളൊരു കാലത്തും ഇതാവാനും പോകുന്നില്ല. ഭരണ സംവിധാനത്തിനകത്ത് പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ് എന്ന് നമ്മളൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങൾ മൊത്തം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ആളുകളുടെ ജീവിതത്തിൽ മാത്രമേ ഈ കാലത്രയായിട്ട് മാറ്റം വന്നിട്ടുള്ളൂ. ഇങ്ങനെ വരാതെ പോയ ആളുകളുടെ ജീവിതത്തിൽ ഇതുവരെയും മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ NDA മുന്നണിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ച പ്രപ്പോസൽ തന്നെ ഷെഡ്യൂൾ ഏരിയ കേരളത്തിൽ പാസ്സാക്കി തരണം എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാമ്മ സാർ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യം കുഞ്ഞാമ്മ സാർ മൈക്കിൽ പറഞ്ഞു. അത്രയാണ് ശരിക്കും എനിക്കതിന് ഇതായത്. ആദിവാസി ജീവിച്ചിരുന്നാൽ അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഫണ്ട് മേടിച്ച് കൊള്ളയടിക്കും, മരിച്ചു കഴിഞ്ഞാൽ മ്യൂസിയം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് കൊള്ളയടിക്കും. ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളൊക്കെ അത് രാഷ്ട്രീയത്തിൻ്റെ രീതിയിലാണ് സുഹൃത്തുക്കൾ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലാവുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കിയിട്ടാണ് ആളുകൾ സുഹൃത്തു ബന്ധം നിലനിർത്തുന്നത്. ഓരോ സമയത്തും നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം അതിനുവേണ്ടി മാത്രം രാവും പകലും ഇങ്ങനെ നിരന്തരമായിട്ട് ശ്രമിച്ച് അങ്ങനെ വന്നപ്പോൾ എനിക്കങ്ങ് വയസ്സായിപ്പോയി. പിന്നെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. ഇല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 90 വയസ്സായ ആളുകളും കല്യാണം കഴിക്കുന്നില്ലേ? നിങ്ങൾ ഈ ഭൂസമരങ്ങൾ തുടങ്ങുന്ന സമയം, ആ സമയത്ത് ചില നക്സൽ ഗ്രൂപ്പുകളും ഭൂസംരക്ഷണ വേദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ടും നിങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചില സന്നദ്ധ സംഘടനകളുടെ ആളാണ്. അപ്പോൾ നിങ്ങളെ പിന്നെ ഇവിടുത്തെ കുടിയേറ്റക്കാരുടെ ഇതായിട്ടുള്ള സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ 75-ലെ ഭൂനിയമം നടപ്പാക്കണം എന്നല്ല പറയണേ, നിങ്ങൾ ആദിവാസിക്ക് ഭൂമി കിട്ടണമെന്ന് മാത്രമാണ് പറയുന്നത്. അത് ശരിയായതല്ല. നിങ്ങളപ്പോൾ ഈ സന്നദ്ധ സംഘടനകളുടെയും അങ്ങനെ സഭയുടെയും കുടിയേറ്റക്കാരുടെയും ഒക്കെ ആളാണെന്നുള്ള തരത്തിലാണ് ഇവർ നിങ്ങളെ വിശകലനം ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ സൗത്ത് സോൺ ആദിവാസി ഫോറത്തിൻ്റെ ആ വലിയ സമ്മേളനമൊക്കെ നടത്തുമ്പോൾ അന്ന് ഈ റെഡ് ഫ്ലാഗുകാരൊക്കെയാണെന്നതിന് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും അതിൽ വന്ന വിദേശ പ്രതിനിധികളെ തടയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യത്തെ പറ്റി എന്താ പറയുക? ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ NGOയുടെ ഫണ്ട് ഞാൻ മേടിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള വിദേശ ചാരപുത്രി എന്നാണ് എന്നെ അവർ പറഞ്ഞിരുന്നത്. വിദേശ ചാരപുത്രി എന്നാണ് ഈ നെക്സ്ലൈറ്റുകാരും റെഡ് ഫ്ലാഗുകാരും ഒക്കെ ശരിക്കും എനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇപ്പോൾ ഈ നെക്സ്ലൈറ്റുകാരും റെഡ് ഫ്ലാഗുകാരും ഒക്കെ ഈ ആദിവാസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കുന്നത്. അത് പക്ഷേ കൊണ്ടു നടക്കുന്നത് ഈ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണ്ടേ? ഇപ്പോൾ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റുകളിൽ അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവാം, എനിക്കറിയില്ല അത് സത്യത്തിൽ. പക്ഷെ കേരളത്തിൽ അത് ഉണ്ടായിട്ടില്ല, എൻ്റെ അറിവിൽ അത് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ അവരുടെ മൂവ്മെൻറ്റ് വളർന്നു വന്നതിൻ്റെ പേരിൽ, അവരിടപെട്ടതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഒരു കുടുംബത്തിന് പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ആളുകളുടെ കൂട്ടായ്മയെ തകർക്കാൻ ഇതിനെ വല്ലാതെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതെ, അതെ. ഈ കൂട്ടായ്മ വളർന്നു വരുന്നതിനെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇവരുടെ പേരുകളായിരുന്നു. ഇപ്പോൾ നമ്മളുടെ നേതൃത്വത്തിൽ നമ്മൾ നേരായ വഴിയിൽ യഥാർത്ഥ സംഭവത്തിലൂടെ നമ്മൾ കൂട്ടായ്മ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഇതിലേക്ക് പോകുന്ന ആളുകളൊക്കെ അവസാനം നമ്മളുടെ കൂടെ വരാൻ തുടങ്ങി. അതാണ് അവർക്ക് എന്നോടുണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം. ഈ നെക്സ്ലൈറ്റിനും റെഡ് ഫ്ലാഗിനൊക്കെ ഉണ്ടായ വലിയ പ്രശ്നം, എനിക്കെതിരായിട്ട് അവർ വരുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ കുറേ അതാണ് ശരിക്കും. അപ്പോൾ നമ്മളുടെ കൂടെ ആളുകൾ ഇങ്ങനെ കൂട്ടായിട്ട് വന്നു തുടങ്ങുമ്പോൾ അവരുടെ കൂടെ പോകില്ലല്ലോ. ഇവർ പറഞ്ഞ രീതിയിലുള്ള ഈ സന്നദ്ധ സംഘടനകളുടെ വളർത്തുപുത്രിയായിരുന്നോ നിങ്ങൾ?
സന്നദ്ധ സംഘടനകളെ വളരെ ശക്തമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ആദിവാസികളുടെ കൂട്ടത്തിൽ എതിർക്കുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഞാനായിരിക്കും. അതായത് ഈ സന്നദ്ധ സംഘടനകളും ഈ ആദിവാസി മൂവ്മെൻറ്റിനെ, ആദിവാസി കൂട്ടായ്മേനെ തകർക്കുന്ന പണിയല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിലുപരി ഈ ആദിവാസികളുടെ പേര് പറഞ്ഞ് കോടികൾ മേടിച്ചിട്ട് അവർക്ക് തോട്ടങ്ങളും പറമ്പുകളും വലിയ കെട്ടിടങ്ങളും കാറും വണ്ടി, അവരുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഈ പണിയെ അവരും ചെയ്തിട്ടുള്ളൂ. ആദിവാസികൾക്ക് അതിൽ പ്രയോജനം ഉണ്ടാകുന്ന ഒരു പണി ചെയ്തില്ല. അതിന് ഒരു സെമിനാർ നടത്തും. സെമിനാറിന് ആദിവാസി കുറച്ച് ഭക്ഷണം കൊടുക്കും. അവിടെ പോകുന്ന എല്ലാ ആളുകളുടെ പേരെഴുതി ഒപ്പിട്ട് പേപ്പർ മേടിക്കൂ, അത് ഫോട്ടോ എടുക്കൂ. എന്നിട്ട് ഇവിടെ വലിയ എന്താ ലോകത്ത് ആരും ചെയ്യാത്ത വികസന പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കും, കോടികൾ മേടിക്കൂ, ഇവരുടെ കാര്യങ്ങൾ നടത്തും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനാണ് ശരിക്കും. അതിലുള്ളൊരു വംശീയതയുടെ ഘടകം ഉണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആദിവാസിയാണ്, ഒരു ആദിവാസി സ്ത്രീയാണ്. അപ്പോൾ ഒരു ആദിവാസി സ്ത്രീ ഒരിക്കലും സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ ഒരു തലത്തിലേക്ക് വരാൻ കഴിയില്ല. ഇവർ തന്നെ ജൈവ ബുദ്ധിജീവി അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാക്കി. ഇപ്പോൾ കാളേട്ടനെ പറ്റിയൊക്കെ പറയുന്നത് അങ്ങനെയാണ്, പാർട്ടി വളർത്തി എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ കാളേട്ടനെ പരിചയപ്പെടുന്ന കാലത്ത് കാളേട്ടനൊരു പാർട്ടിയില്ല. കാളേട്ടൻ അന്ന് സ്വന്തമായിട്ട് കവിതയൊക്കെ ഉണ്ടാക്കി പാടുന്ന ഒരു ഇതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ആദിവാസി പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതാവസ്ഥകളെ വിശകലനം ചെയ്യുകയോ അതിനെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇതാരോ സൃഷ്ടിച്ചു വെക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ആ തികഞ്ഞ വംശീയതയാണ് ഇവരെ മുഴുവൻ നയിക്കുന്നത്. അതെ, അതിൽ കമ്മ്യൂണിസ്റ്റുകാരും നക്സലൈറ്റുകാരും ഒന്നും വ്യത്യാസമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിൽ വ്യത്യാസമില്ല. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ മനോഭാവമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അടിമ എന്നുള്ള പേര് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ അടിമ മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾ ഇവരാണ് ശരിക്കും. അവർക്ക് ആ പണ്ടത്തെ അടിമ മനോഭാവത്തിൽ നിന്ന് മാനസികമായിട്ട് അവർക്ക് പരിവർത്തനപ്പെടാൻ അവർക്കാവുന്നേ ഇല്ല. അതിൻ്റെ വലിയ സംഘർഷം ഇവർ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മകഥ എഴുതണമെന്ന് തോന്നിയത്? ഈ ആത്മകഥ എങ്ങനെ എഴുതി? അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ഇപ്പോൾ ആത്മകഥ സത്യത്തിൽ എഴുതണമെന്ന് ഞാനൊന്നും വിചാരിച്ചതല്ല. അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നിട്ടില്ല ആത്മകഥ എഴുതണം എന്നാണ്. പക്ഷേ ഈ 2 വർഷം കൊറോണ വന്ന സമയത്ത് എവിടെയും പോകാതെ വീട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് 24 മണിക്കൂറും അവധിയില്ലാത്ത ഒരാളായിരുന്നു ശരിക്കും. ഒരു പരിപാടിയിൽ ഇടപെടുമ്പോൾ അതിനൊരു അന്തിമ സൊല്യൂഷൻ വരാൻ വേണ്ടി അതിൻ്റെ പുറകെ നിൽക്കുക. അന്നേരത്തിന് തൊട്ടടുത്ത് വേറെ ഒന്നുണ്ടാവും, അപ്പോൾ അതിലേക്ക് പോവും. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും എവിടെയും നമുക്ക് ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ അങ്ങനെയൊന്നും സമയമൊന്നും ഉണ്ടായിരുന്നിട്ടേ ഇല്ല. അപ്പോൾ ആത്മകഥയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പോൾ വരുമ്പോഴുള്ള ഈ എതിര് പ്രചരണം ഉണ്ടല്ലോ, അത് വളരെ വ്യാപകമായിട്ട് വന്ന് ജനം അതാണെന്ന് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അതായിരിക്കും ഇപ്പോൾ ഇവർ പറയുന്ന ഈ നുണയും നമുക്കെതിരായിട്ടുള്ള പ്രചരണവും അതാണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളും വിശ്വസിപ്പിക്കുന്ന തലത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. ജനം ഭൂരിഭാഗം അത്തരം ഒരു വിശ്വാസത്തിലും ആണ് താനും, അതല്ലാന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ യഥാർത്ഥം എന്താണെന്ന് ജനം ഒന്ന് അറിയണം. യഥാർത്ഥ സംഭവം എന്താണെന്ന് ജനം അറിയണം. ഇവർ പറയുന്നതും ചിന്തിക്കുന്നതും ഇവർ മനസ്സിലാക്കുന്നതും ഒന്നും അല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് എന്നുള്ളത് അറിയണം. അതിലുപരി ഇപ്പോൾ ഞാനൊക്കെ 89 തൊട്ടാണ് ഭൂസമരം കുടിൽക്കെട്ട് സമരത്തിലേക്ക് വന്നത്. ഇപ്പോൾ അതിനു മുമ്പ് ഭൂസമരം നടത്തിയത് AKG എന്നാണ് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് മിച്ചഭൂമി സമരം AKG എന്നാണ് അറിയുന്നത്. AKG നടത്തിയ സമരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എവിടെ ഭൂമിയുണ്ടോ അവിടെ പോയി കൊടി കുത്തും, മുദ്രാവാക്യം വിളിക്കും, തിരിച്ചു വരും. ഇതാണ് അവർ നടത്തിയ ഒരു സമരം. ആ സമരം കൊണ്ട് വ്യാപകമായ രീതിയിൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടായിട്ടില്ല, കിട്ടിയില്ല. ഇപ്പൊ നമ്മുടെ ആളുകൾക്ക്, എൻ്റെ അമ്മയൊക്കെ മിച്ചഭൂമി സമരത്തിന് ജീപ്പിൽ കയറിപ്പോയെന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഒരു തുണ്ട് ഭൂമി കിട്ടിയിട്ടില്ല. അത് നേരിൽ അറിയാവുന്ന ഒരു കഥയാണ് ശരിക്കും. അപ്പോൾ അതിന് ശേഷം ഈ ഭൂമിയിൽ കയറി കുടിൽക്കട്ടൽ സമരം ശരിക്കും നടത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നു. ഈ വെള്ളമുണ്ട പഞ്ചായത്തിൽ കോളിക്കംപാളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ
പണിയ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 3 കുടിലേ ഉള്ളൂ. ആ 3 കുടിലിനകത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ 26 കുടുംബമാണുള്ളത്. ആ കുടിലെന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ചെറിയ കുടിൽ, അതിനകത്താകെ പിന്നെ മുളയും കൊണ്ട് മറിച്ചിട്ടുള്ള ഒരു അടുക്കളയും ഒരു തിണ്ണയും, ആ തിണ്ണ തന്നെ റൂം പോലെ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നുമില്ല, അത്രയുള്ള ഒരു കുടിൽ. അവിടെ ഞാൻ ചെന്ന സമയത്ത് 26 കുടുംബം അവിടെ ഉള്ളത്. 3 കുടിലിൽ 26 കുടുംബം. എന്നിട്ട് ഞാനവിടെ അന്ന് ഈ 80കളിലൊക്കെ 89 കാലഘട്ടത്തിലൊക്കെ ഭയങ്കര മഴയും കാറ്റും തണുപ്പുള്ള സമയമല്ലേ, ആ കർക്കിടക മാസ സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ അന്ന് താമസിച്ചു. അവിടെ താമസിച്ചിട്ട് അവർ എന്തൊക്കെയോ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം നമുക്ക് തന്നു, നമ്മളും കഴിച്ചു. എന്നിട്ട് ഈ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങണമല്ലോ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ സ്ഥലമില്ല, കിടക്കണ്ടേ കുറച്ച് നേരം ഉറങ്ങാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നു, വർത്താനമൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി നോക്കുമ്പോൾ സ്ഥലമില്ല. അവിടെയാണെങ്കിൽ പ്രായമായ കുറച്ച് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ട്. അവരും ഇങ്ങനെ പാവം ഇങ്ങനെ മുട്ട് നെഞ്ചിൻ്റെ ഇവിടെ തട്ടിച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക, ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഒരു സൈഡിൽ കുത്തിയിരിക്കാം, നിങ്ങളവിടെ പിന്നെ കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ കിടക്കുന്ന സ്ഥലത്തു നിന്ന് കുറേ പേര് അപ്പുറത്തേക്ക് മാറി കുത്തിയിരിക്കണം, എന്നാലേ കിടക്കാൻ പറ്റൂ. എന്നിട്ട് ഈ അമ്മൂമ്മമാർ അപ്പൂപ്പന്മാർ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ കിടക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ കിടക്കാൻ സ്ഥലമില്ല. ഞങ്ങളിങ്ങനെ കാല് നീട്ടാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. ഇങ്ങനെ അവരിരുന്ന പോലെ തന്നെ കുന്തം കാലിങ്ങനെ നെഞ്ചിൽ തട്ടി ഇങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിച്ച് രാവിലെ എഴുന്നേറ്റിട്ടേ നോക്കുമ്പോഴത്തേന് കാലിങ്ങനെ നൂർത്താനാവുന്നില്ല. ആ സമയത്ത് ഭയങ്കര കാറ്റും മഴയല്ലേ, തണുപ്പും. എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ കാല് തിരുമ്പിയാണ് പയ്യൊന്ന് നീട്ടിയിട്ട് എഴുന്നേറ്റത്. അപ്പം ഞാനത് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ എനിക്കങ്ങനെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായി അവിടെ അന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം രാത്രി ഇവിടെ ഇരുന്നപ്പോൾ ഇത്ര വേദന എനിക്ക് അനുഭവിച്ചാൽ ഇവർ ഈ കാലങ്ങളായിട്ട് ഇവിടെ ഈ വേദന അനുഭവിക്കല്ലേ, എത്ര വേദന, അവരുടെ വേദനയുടെ വ്യാപ്തി നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര വ്യാപ്തിയുണ്ട് അവരുടെ വേദനയ്ക്ക്. അപ്പോൾ അതിങ്ങനെ ആയപ്പോൾ എനിക്ക് അവിടുന്ന് പിന്നെ ഇങ്ങനെ ഒന്നും ആലോചിക്കാനും പറയാനാവാത്ത ഒരു വല്ലാത്ത പ്രശ്നം എനിക്കായി. അപ്പോൾ ഞാൻ അവിടെ രാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ രാമേട്ട ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഓഫീസർ ഉള്ളതായിട്ട് രാമേട്ടൻ അറിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇതാ ഈ പാടത്തിൻ്റെ അക്കരെ കാണുന്നത് ഒരു വില്ലേജ് ഓഫീസറുടെ വീടാണ്. അയാൾ പക്ഷേ ഇപ്പോൾ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് അയാളെയും കൂട്ടി മഴയും നനഞ്ഞ് ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പോയി. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഭൂമി മിച്ചഭൂമിയായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലത്തും മിച്ചഭൂമിയില്ല, എല്ലാം ഓരോരുത്തരുടെ ഭൂമിയാണെന്ന്. അപ്പോൾ ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലൊരു കുന്നാണ്, ചെറിയ കുന്ന്. ആ കുന്ന് അവിടെ കുറേ കാടായിട്ട് നിൽക്കുന്നുണ്ട്, മരങ്ങളൊന്നുമില്ല, ചെറിയ കുറ്റിക്കാടുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇവരുടെ വീടിൻ്റെ മേലെ കാണുന്ന ആ കുറ്റിക്കാടായിട്ടുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചു ഈ വില്ലേജ് ഓഫീസറോട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അതൊരാളുടെ പേരില്ല, അത് കോടതിയിൽ കേസാണ്, കേസുള്ളത് കൊണ്ടാണ് പണിയെടുക്കാതെ കാടായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങ് തിരിച്ചു വന്നിട്ട് ആ വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിൽ വന്നിട്ട് അവർ ഒന്നും കൂടെ അവിടെ വിളിച്ചിരുത്തി, ഭൂമി ഞാൻ കാണിച്ചു തരാം, നിങ്ങളിപ്പോൾ കയറുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ കയറാമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല ഞങ്ങൾ, ആ ഭൂമി എങ്ങനെയുള്ളതോ എന്താണെന്നൊന്നും പരിശോധിക്കാൻ പോയില്ല. ഈ ആളുകളെ കൊണ്ട് ആ മഴയത്ത് അവിടെ കയറി. അപ്പോൾ അവിടെ കയറി ഭയങ്കര മഴയും കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയും കാറ്റും നനഞ്ഞ ആളുകൾ അവിടെ കുറ്റിക്കാടൊക്കെ വെട്ടി ചെറിയ കാലുകൾ കുഴിച്ചിട്ട് ഇല കൊണ്ട് തന്നെ പന്തൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കി. അന്നേരത്തിന് വില്ലേജ് ഓഫീസിൽ ആരോ പോലീസിൽ പരാതി കൊടുത്തു. പോലീസുകാരും വില്ലേജ് ഓഫീസറും വന്നു. അവിടത്തേക്ക് വന്ന സമയത്ത് നമ്മൾ ആളുകളോട് പറഞ്ഞു, അവരോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നമ്മളെല്ലാ ആളുകളും കൂടി അവരെ ആ മഴയിൽ കുറേ സമയം വളഞ്ഞവിടെ നിർത്തണമെന്ന് പറഞ്ഞു. പോകാൻ വിടാതെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് തർക്കം പറഞ്ഞ് ഉന്നയിക്കുക. അപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവരവിടെ നനഞ്ഞു നിൽക്കും. അങ്ങനെ തർക്കം പറഞ്ഞ് ഉന്നയിച്ച് അവിടെ കുറേ സമയം നിർത്താൻ നമുക്കെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവരുടെ വട്ടത്തിൽ, പോലീസിൻ്റെയും ഈ വില്ലേജ് ഓഫീസറെ വട്ടത്തിൽ നിർത്തി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഭയങ്കര തർക്കം പറഞ്ഞ് ഇങ്ങനെ ഉന്നയിച്ച് ഒരു 1.5 മണിക്കൂർ വരെ അവരെ അങ്ങ് നിർത്തി അവിടെ.
അന്നേരത്തിന് ഇവർ കിട്ടുകിട്ടാ വിറയ്ക്കാൻ തുടങ്ങി. അവരെ കയ്യിലുള്ള പേപ്പറും സാധനമൊക്കെ വിറച്ചിങ്ങനെ വീഴാൻ തുടങ്ങി. അത്രയ്ക്ക് മഴയും തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു അവിടെ. ആ വിറച്ച് അവരെന്നിട്ട് അവസാനം തർക്കിച്ചിട്ട് അവരങ്ങ് പോയി. അവർ പോയി കുറച്ച് അവർക്ക് പനിയൊക്കെ പിടിച്ചു. അവസാനം ഞാനും അവിടെ നിന്ന് എനിക്കും പനി പിടിച്ചു. ഞാനൊരു 7 ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നു മാനന്തവാടി, അവിടുത്തെ ആ മഴ നനഞ്ഞ് വിറച്ചിട്ട്. പക്ഷേ 3 മാസം ആയപ്പോഴത്തേന് 10 കുടുംബങ്ങൾക്ക് 10 സെൻറ്റ് വെച്ച് ആ ഭൂമി കൊടുക്കാൻ ഓർഡറായി. അത് മിച്ച ഭൂമിയായിരുന്നു ശരിക്കും, ഈ 1 ഏക്കർ ഉണ്ടായിരുന്നത്. അത് ഈ വില്ലേജ് ഓഫീസർ നമ്മളോട് പറയാതിരുന്നതാ. അപ്പോൾ ആ 10 കുടുംബങ്ങൾക്ക് 10 സെൻറ്റ് വെച്ച് 3 മാസമായപ്പോഴത്തേന് ഓർഡറായി. നല്ലൂർനാട് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഞാൻ അതിൻ്റെ രേഖ പോയി മേടിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നത്. നല്ലൂർനാട് വില്ലേജ് ഓഫീസാണ് ആ പരിധിയിൽ വരുന്നത്. അപ്പോൾ അത് മേടിച്ച് കൊടുത്തപ്പോൾ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഈ 10 കുടുംബത്തിനല്ലേ കിട്ടിയത്. ഈ 10 കുടുംബത്തിനെ ഒരുമിച്ച് നിർത്തിയിട്ട് ഈ ഭൂമി 10 സെൻറ്റ് വെച്ചുള്ളതിനെ 5 സെൻറ്റ് ആക്കിച്ചു. ഇവർക്ക് കിട്ടിയ ആളുകൾക്ക് 5 സെൻറ്റും ബാക്കിയുള്ള ഓരോ കുടുംബത്തിന് 5 സെൻറ്റും. അങ്ങനെ 20 കുടുംബത്തിന് ഈ 1 ഏക്കർ ഭൂമി ആക്കി ഞങ്ങൾ. അപ്പോൾ 26 കുടുംബം ഉണ്ടായിരുന്നതിൽ 20 കുടുംബത്തിനെ ഇവിടെ ആക്കിയിട്ട് 6 കുടുംബം മാത്രം ആ 3 കുടിലാക്കി. അവർക്കൊന്ന് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള ഒരു സൗകര്യം അത് നമ്മൾ ആദ്യമായിട്ട് അന്ന് ചെയ്തു കൊടുത്തത്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഭൂസമരം. ഈ ഭൂമിയിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ ഇങ്ങനെയാണ്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ഓരോ സ്ഥലത്ത് പോയപ്പോഴും വഴിയില്ല, കിണർ കുഴിക്കാനുള്ള സ്ഥലമില്ല. കിണർ കുഴിക്കാൻ സ്ഥലം ഉണ്ടെങ്കിലല്ലേ കിണർ കുഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് 3-4 കിലോമീറ്റർ ദൂരെ നിന്നാണ് വെള്ളം ചുമക്കുന്നത്, അടുത്ത സ്ഥലമില്ലാത്തതുകൊണ്ട്. അല്ല, നിങ്ങളിപ്പം പിന്നെ ഈ ആദിവാസികൾക്കും ദളിതർക്കും ഒക്കെ വേണ്ടി മാത്രം പറയുന്നുണ്ടല്ലോ, എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കണ്ടേ? ഇല്ല, എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കണം. അത് ഇപ്പോൾ ആദിവാസികൾക്കും ദളിതർക്കും വേണ്ടി മാത്രം ഇപ്പോൾ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം, ഈ ആദിവാസികളും ദളിതരുമാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടു അകറ്റി നിർത്തപ്പെട്ട ഒരു ജനത. ഇവരെ ആരും ശരിക്കും പരിഗണിക്കുന്നില്ല. അപ്പോൾ നമ്മളെയും കൂടി പരിഗണിക്കുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകളും ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വരേണ്ടത്. അതിനകത്ത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നുള്ള വ്യത്യാസമൊന്നും നോക്കണ്ട. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വരേണ്ടത്. അത് വരണം. പക്ഷേ അത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പീഡനം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ ആളുകളുടെ ഒരു ഏകോപനം ഫസ്റ്റിൽ ഉണ്ടാവണം. അതിലൂടെ ബാക്കിയുള്ള ആളുകളുടെ ഏകോപനം ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് നിർത്തണം. അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ, അത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഈ ആളുകളായതുകൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മ ആദ്യം വരുന്നതിനോടൊപ്പം ബാക്കിയുള്ളവരുടെ കൂട്ടായ്മയും കൂടെ ചേർത്ത് നിർത്തണം. അങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ ഈ ആളുകളുടെ കൂട്ടായ്മയൊക്കെ വരുമ്പോൾ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവർ ഈ പൊതുസമൂഹത്തിലുള്ള മുഴുവൻ നാഗരികതയും മനസ്സിലേക്ക് പകർത്തി വെച്ചിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ആളുകൾ ഈ നാഗരികതയുടെ ഭാഗമായിട്ടേ ഇല്ല, അതിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ നാഗരികതയുടെ ആളുകൾ അവിടെ കടന്നു വരുമ്പോൾ ഈ നാഗരികത തൊട്ടു തീണ്ടാത്ത ആളുകൾ എപ്പോഴും വീണ്ടും അവിടുന്ന് പുറകോട്ട് പോകും. ഈ ആളുകൾ പിന്നെ അവിടുന്ന് പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതും വെറുതെ ആവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് വരും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ ഇങ്ങനെയുള്ള ഒരു സാധനത്തിലേക്ക് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഞാൻ വരുന്നതിൻ്റെ പ്രധാന കാരണം അത്. എനിക്കറിയാം ശരിക്കും ഈ ദുരിതം അനുഭവിക്കുന്ന ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെ കൂട്ടായ്മയാണ് വേണ്ടത്. അത് തന്നെ വരണം. ഭാവിയിൽ അത് തന്നെ ഉണ്ടാവാൻ പോകുന്നതും. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ അകറ്റി നിർത്തുന്നതോ മാറ്റി നിർത്തി നമ്മൾ മാത്രം വരുന്നതോ ഒന്നുമല്ല. ഈ സമൂഹത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ് വരേണ്ടത്. അതിനകത്ത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നൊന്നും നോക്കേണ്ടതേ ഇല്ല. അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ അത് ഭാവിയിൽ വരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു പ്രാരംഭ സംവിധാനം എന്നുള്ള നിലയിൽ ഈ രീതിയിൽ ഇതൊന്നും വരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടന്നത്. ഭാവിയിൽ എന്തായാലും അതുണ്ടാവില്ല. അതുപോലെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളുടെ സമീപകാല രാഷ്ട്രീയ വിലയിരുത്തലിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗുജറാത്തിലും അതുപോലെ ഗുജറാത്തിലിപ്പം മുസ്ലിങ്ങൾക്കെതിരായിട്ട് അവിടുത്തെ ആദിവാസി വിഭാഗത്തെ തന്നെ ഉപയോഗിച്ചിട്ടാണ് വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയത്. അതേപോലെ ഇപ്പോൾ നമ്മൾ മണിപ്പൂരിൽ കാണുന്നത് ഭരണകൂടത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി
മെയ്തൈ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ കൊണ്ട് ഈ കുക്കികൾ എന്ന് പറയുന്ന ആദിവാസികളെ ഇത് ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ ഇത്രയേറെ വിമർശനങ്ങളുള്ള നിങ്ങൾക്ക് ഇതിന് ചെയ്യുന്ന ഈ സംഘപരിവാറുമായിട്ട് എങ്ങനെ സഹകരിക്കാൻ കഴിയുന്നത്? ഇല്ല, ഇപ്പോൾ നമ്മൾ ഒരിക്കലും ശരിക്കും സംഘപരിവാറല്ല, BJPയും അല്ല. നമ്മളൊരു കാലത്തും ഇതാവാനും പോകുന്നില്ല. നമ്മളെപ്പോഴും നമ്മളതായിട്ടുള്ള ഒരു അസ്തിത്വവും വ്യക്തിത്വവും ഒരു സംസ്കാരവും നിലനിർത്തുന്ന ആ വിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് ശരിക്കും, ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ അതേ വഴി തന്നെ പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അതിനൊന്നും ഒരു മങ്ങലും വരരുത് എന്ന് വിചാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ കാലഘട്ടത്തിൽ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് അന്തിമ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഭരണ സംവിധാനത്തിനകത്ത് പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ് എന്ന് നമ്മളൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങൾ മൊത്തം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനത്തിനകത്ത് പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ വന്ന ആളുകളുടെ ജീവിതത്തിൽ മാത്രമേ ഈ കാലത്രയായിട്ട് മാറ്റം വന്നിട്ടുള്ളൂ. ഇങ്ങനെ വരാതെ പോയ ആളുകളുടെ ജീവിതത്തിൽ ഇതുവരെയും മാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരാതെ പോയതാണ് കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകൾ. എന്തുകൊണ്ട് കേരളത്തിലുള്ള പട്ടികജാതിക്കാരുടെ പട്ടികവർഗക്കാർ ഈ കേരളത്തിലുണ്ടാക്കിയ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ പോയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്, ആരും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഇപ്പോൾ ആദിവാസികൾ മരിച്ചാലും അവരുടെ വോട്ട് ഇവിടെ ചെയ്യപ്പെടുന്നുണ്ട് പോളിംഗ് ബൂത്തിൽ. മറ്റുള്ള ആളുകൾ മരിച്ചാലെങ്കിൽ അവരുടെ വോട്ടില്ലാതെ ആവും. പക്ഷെ ആദിവാസി മരിച്ചാലും ആ വോട്ടും ഇവിടെ പോൾ ചെയ്യുന്നുണ്ട്. ആരാ എന്താന്ന് നമുക്ക് അറിയുന്നില്ല, പക്ഷെ അങ്ങനെ പോലും പോൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പൊളിറ്റിക്കലായിട്ട് കേരള നിയമസഭയിൽ ഒരു അജണ്ട എന്താ ഈ കാലം അത്രയായിട്ട് ഉണ്ടാകാതെ പോയത്? പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട നിയമസഭയിൽ ഈ കാലം അത്രയും എന്തുകൊണ്ട് ഉണ്ടാകാതെ പോയി? അതുണ്ടാവണ്ടേ? ഉണ്ടാവണം. ഇപ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ അങ്ങനെ പറഞ്ഞ് ഒരുപാട് അജണ്ടകൾ, പൊളിറ്റിക്കൽ അജണ്ട അവർക്കുണ്ടായി. അതിനനുസരിച്ച് അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റവും വന്നു. ഈ ആളുകൾക്ക് ഈ നൂറ്റാണ്ടായിട്ടും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ആളുകളുടെ ജീവിതത്തിൽ നൂറ്റാണ്ടുകളായിട്ട് മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ദുരിതപൂർണമായിട്ടുള്ള ജീവിതങ്ങളാണ് ഇവർ ഈ കാലവും നയിച്ചുകൊണ്ടിരിക്കുന്ന. ജീവിതത്തിനെക്കാട്ടും ഇവരിപ്പോൾ രംഗത്തേക്ക് വരുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എന്നുള്ള നിലയിലേക്കാണ് ശരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാവണമെങ്കിൽ ഇവരൊരു മുന്നണി സമവാക്യത്തിൻ്റെ അകത്ത് വന്നാലേ പറ്റൂ എന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നമ്മളെയൊക്കെ അടിമുടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അജണ്ട ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പരിഗണിക്കപ്പെടാൻ അവകാശവും അർഹതയുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം പോലെയുള്ള പ്രസ്ഥാനമാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. അവർ ചെയ്തില്ല. അതിലുപരി പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്നുള്ള നിലയിൽ UDF ആണ് അത് പരിഗണിക്കേണ്ടത്. UDF അത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയപ്പോഴൊക്കെ നമ്മളെ അങ്ങനെ ഒരു നിലയിലേക്ക് മുന്നണി എന്നുള്ള നിലയിൽ സ്വീകരിക്കാൻ എങ്കിലും തയ്യാറായത് NDA പോലുള്ളൊരു മുന്നണിയായിരുന്നു. അതവിടെ പല സ്ഥലത്തും പല രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം, അതില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത്തരം നിലപാടിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ അത്തരം വിയോജിപ്പുകൾ നമ്മൾ പരസ്യമായിട്ട് അതിനകത്ത് അറിയിക്കുന്നുമുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു നിലപാട് അവർ സ്വീകരിച്ചപ്പോൾ ഈ ഒരു വ്യവസ്ഥയിലേക്ക് വരേണ്ടത് നമ്മളുടെ ആവശ്യവും അത്യാവശ്യമാണ്. അതുകൊണ്ട് വന്നേ പറ്റൂ. ആ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മുന്നണി സമവാക്യത്തിനകത്ത് നമ്മൾ ശരിക്കും നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് നമ്മൾ ഒരിക്കലും സംഘപരിവാറോ BJP ഒന്നും നമ്മളാവില്ല. നമ്മളൊരു മുന്നണി സഖ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയും നമ്മുടെ ഐഡൻറ്റിറ്റിയും അസ്തിത്വവും സംസ്കാരവും ജീവിതവും ഒക്കെ കെട്ടിപ്പിടിച്ച് അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് യാതൊരു വിധത്തിലും മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലോ സംവിധാനമൊന്നും നമ്മൾ ഇതിനകത്തും ചെയ്യുന്നില്ല. ആ രീതിയിൽ മങ്ങലേൽക്കുന്ന രീതിയിൽ എന്ത് ഇടപെടൽ വന്നാലും അത് എത്ര വലിയ മുന്നണിയായാലും നമ്മൾ അവിടെ വളരെ കൃത്യമായിട്ട് പറയും കാര്യങ്ങൾ. അത് സ്വീകരിക്കുകയോ നമ്മളെ തള്ളിക്കളയോ അതൊക്കെ രണ്ടാമത്തെ വിഷയം.
നമ്മുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അത് നമ്മൾ ഈ കാലം അത്രയും ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മളത് ചെയ്യും. അതിൻ്റെ പേരിൽ നമ്മൾ പുറത്താവുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ നമ്മൾ പുറത്താവും, അതിലും നമുക്ക് ബേജാറില്ല. പക്ഷേ നമ്മളുടെ ഇടപെടലും പ്രതിഷേധവും അറിയിക്കാനുള്ള ഒരു പേസ് കിട്ടുമ്പോൾ ആ പേസ് സ്വീകരിക്കണം. എന്നെ സംബന്ധിച്ചോളം അത് സ്വീകരിച്ചേ പറ്റൂ. അത് വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബജീവിതം എന്നുള്ളതൊന്നല്ല ഇതിനകത്ത് പ്രശ്നം. ഞാൻ ഏത് കോസിന് വേണ്ടിയാണോ നിന്നത് ആ കോസിൻ്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നോ അതിന് മോചനം കിട്ടുന്ന ഒരു വഴി ഇതുവഴിയാണ് വരുന്നതെങ്കിൽ എന്തുകൊണ്ടത് സ്വീകരിച്ചുകൂടാ? അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ ഈ മറ്റുള്ളവരെ പോലെ ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളായിട്ട് ഞാനും മാറുമല്ലേ ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കും പോകാൻ പറ്റില്ലല്ലോ. ശരിക്കും എന്നെയെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ, എൻ്റെ മനസാക്ഷിയെങ്കിലും. നാട്ടിൽ ആരെയും ഞാൻ ബോധ്യപ്പെടുത്തണ്ട, എൻ്റെ മനസാക്ഷിയെങ്കിലും. കേരളത്തിൽ തന്നെ 14 SC/ST വിഭാഗം MLA-മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. അവരൊക്കെ ഈ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ പരിഗണിക്കണം. കാരണം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഈ പറയുന്ന MLA-മാരോ ഇപ്പോൾ മുത്തങ്ങയിൽ അത്രയും വലിയൊരു ആദിവാസി വേട്ട നടന്നിട്ട് അതിനെതിരായിട്ട് ഒരൊറ്റ SC/ST MLA-യും പ്രതികരിച്ച് നമ്മളാരും കണ്ടില്ല. അപ്പം ആ ഒരു പരിമിതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CK പോലുള്ള ഒരാൾക്ക് ആ ഒരു പരിമിതിയുടെ പ്രശ്നമില്ല. കാരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും നിങ്ങൾ തയ്യാറായിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. അതെ, ഭയപ്പെടേണ്ട കാര്യം. ഇപ്പോൾ 16 MLA-മാരാണ് നമുക്ക് കേരളത്തിലുള്ളത്. 14 SC MLA-മാരും 2 ST MLA-മാരും, അങ്ങനെയാണ് 16 MLA-മാർ നമുക്കാവുന്നത്. ഈ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർ വരുന്നുണ്ട്. ഇവരൊക്കെ വരുന്നത് ഓരോ പാർട്ടി ടിക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പാർട്ടി പറയുന്നതിലപ്പുറത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിനപ്പുറത്തേക്ക് സമുദായത്തെ സംരക്ഷിക്കണം എന്നുള്ള നിലയിലേക്ക് ഇവർ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ പ്രസ്ഥാനേ ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു. അവരിലൂടെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ നമുക്കിങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി ഇങ്ങനെ ഇവരോട് മത്സരിച്ച് നിന്ന് എല്ലാ അപവാദങ്ങളും ഒക്കെ കേട്ട് അതിജീവിച്ച് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. അതിനോടൊപ്പം നിന്നാൽ മതിയല്ലോ. അതൊന്നും ഇതിന് പ്രാവർത്തികമല്ല, പരിഹാരമല്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പിന്നെ എന്തു ബദൽ എന്നുള്ളിടത്താണ് നമ്മളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ പ്രസക്തി ഉണ്ടാവുന്നത്. പിന്നെ എന്തു ബദൽ എന്ന് പറയുമ്പോഴാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി JRP വരുന്നതിൻ്റെ പ്രസക്തി അവിടെയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പോൾ പൊളിറ്റിക്കൽ ലെവലിൽ ഇവരിലൂടെ പരിഹരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊന്നും ഇത് ചെയ്യില്ലായിരുന്നു, ഞാൻ അവരുടെ കൂടെ നിൽക്കുള്ളായിരുന്നു. മുത്തങ്ങ സമരകാലത്ത് തന്നെ നമ്മൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പെസ, അതുപോലെ 5th ഷെഡ്യൂള്. ഇതിലൂടെയൊക്കെയുള്ള നമ്മുടെ ഒരു സ്വയംഭരണ അവകാശം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരള സർക്കാരിൻ്റെ തന്നെ ഒരു പ്രപ്പോസൽ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലുണ്ട് താനും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതിൽ നിങ്ങളുടെ ഒരു പൊതുവായ നിലപാട് എന്താണ്? ഇപ്പോൾ ഈ 5th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 244-ാം വകുപ്പാണ് ശരിക്കും. അത് ഈ നിലവിൽ ലോകത്ത് ഇല്ലാത്ത ഒരു സാധനമല്ല, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനക്കകത്തുള്ള ഒരു സാധനം. ഇന്ത്യൻ ഭരണഘടനയുടെ 244-ാം വകുപ്പിലാണ് ഈ പട്ടികവർഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഷെഡ്യൂൾ ഏരിയ ആയിട്ട് മാറ്റാൻ. അതിൽ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് 5ഉം 6ഉം ഷെഡ്യൂൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിൽ ഇതുവരെയും ശരിക്കും അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ കേരളമില്ല, കർണാടകമില്ല, തമിഴ്നാടില്ല, വെസ്റ്റ് ബംഗാളിൻ്റെ സൗത്ത് ഏരിയയില്ല, നോർത്ത് ഏരിയയിലുണ്ട് വെസ്റ്റ് ബംഗാളിൻ്റെ. പിന്നെ കർണാടകയില്ല, തമിഴ്നാടില്ല, കേരളമില്ല. ഈ 3 സ്റ്റേറ്റ് പൂർണ്ണമായിട്ടുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഈ സംവിധാനം നമ്മൾക്ക് ആവശ്യമാണ്, അത് വരണം എന്ന് തന്നെയാണ്. അത് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്. അത് പ്രാവർത്തികമാക്കുന്നതിന് ഭരണ സംവിധാന തലത്തിലോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും തടസ്സമില്ലാത്തതാണ്. ഈ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു സാധനമാണെങ്കിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരുപാട് പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്, ചർച്ച ചെയ്യണം, തീരുമാനിക്കണം, പാസ്സാക്കണം, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയൊക്കെ വരുമല്ലോ. ഇത് ശരിക്കും ആ ഒരു സംവിധാനം നിലവിലുള്ളതാണല്ലോ. അത് പ്രാവർത്തികമാക്കുന്ന ഇടപെടൽ മാത്രമാണല്ലോ നടക്കേണ്ടത്. അത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ സമരത്തിലൂടെ ഉന്നയിച്ച് കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു പ്രപ്പോസലും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ശരിക്കും ഇനി ഇത് നമുക്ക് പ്രാവർത്തികമാക്കി തരേണ്ടത്. ഇപ്പോൾ നമ്മൾ NDA മുന്നണിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ച പ്രപ്പോസൽ തന്നെ ഈ ഷെഡ്യൂൾ ഏരിയ കേരളത്തിൽ പാസ്സാക്കി തരണം എന്ന് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. CK 2 തവണ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചു എന്നതല്ലാതെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പം മുത്തങ്ങ കേസുകളുടെ കാര്യത്തിലടക്കം നമ്മൾ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആ രീതിയിൽ പരിഗണിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഇതും അതേപോലെ തന്നെ പോവുകയാണെങ്കിൽ ഈ മുന്നണിക്കുള്ളിൽ തന്നെ ഇതിനു വേണ്ടി സമരം ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടോ? അത് വേണ്ടി വന്നാൽ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ശരിക്കും ഞാൻ നിൽക്കുന്നത്, മുന്നണിക്കകത്ത് തന്നെ. ഇപ്പോൾ ഏതായാലും NDA എന്നുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ കഴിഞ്ഞ കാലത്തെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ. മുന്നണികളെ എല്ലാവരെയും കൃത്യമായിട്ട് പരിഗണിക്കുക, അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, മൊത്തം കാര്യങ്ങളെക്കുറിച്ചൊരു ആലോചന, അത്തരം സംവിധാനങ്ങളൊന്നും ഇതിനു മുമ്പുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് വളരെ സജീവമായിട്ട് ആ ഒരു രീതിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് ഈ ഇടപെടുന്നുമുണ്ട് അത്തരം ഒരു സംഭവം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ ഷെഡ്യൂൾ ഏരിയ സംഭവം ചെയ്തു തരുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമല്ല. അതിപ്പോൾ കേരളത്തിലേക്ക് ചെയ്തു തന്നാൽ അതിൻ്റെ ഒരു നേട്ടവും ആ ഗവൺമെൻറ്റിന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആളുകൾ നൂറ്റാണ്ടുകളായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരു സംഭവം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു മാനവും വ്യാപ്തിയും അതിൻ്റെ ഒരു ഇടപെടലും നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വലുതാണ് ശരിക്കും. അത് ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തി കിട്ടിയാൽ ഗവൺമെൻറ്റിനുണ്ടാവുന്ന ഇമേജ് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഗവൺമെൻറ് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏത് ആദിവാസി ഊരിൽ പോയി നോക്കിയാലും അവിടെ കാണുന്ന സ്ത്രീകൾക്ക് ഈ അനീമിയ മുതലുള്ള എല്ലാ ശാരീരിക പ്രശ്നങ്ങളും ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ആദിവാസി പുരുഷന്മാരും, കാരണം അമിതമായ മദ്യപാനത്തിൻ്റെയും ആഹാരമില്ലായ്മയുടെയും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഒരു 50 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിലാകെ ജനസംഖ്യയിൽ 1% അല്ലെങ്കിൽ 2% താഴെയാണ് നമ്മുടെ ജനസംഖ്യ. അപ്പോൾ അതിൽ തന്നെ കുറേയേറെ അത്യാവശ്യം ജീവിത സാഹചര്യങ്ങൾ പലതരത്തിൽ മെച്ചപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളെ ഒഴിവാക്കിയാൽ വളരെ കുറഞ്ഞ ഒരു നമ്പറിനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത്. അപ്പോൾ അവരെ ഒരു ശരിയായ രീതിയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ ഉള്ള ഒരു സംവിധാനത്തിനെ കുറിച്ച് CK ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പോയ പല കോളനികളിലും പുരുഷന്മാരില്ല, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകളും കുട്ടികളും. പുരുഷന്മാരൊക്കെ ഭൂരിഭാഗം മദ്യപിച്ചും മദ്യപിച്ച് ഈ ലഹരി കൂടുതൽ കിട്ടാൻ വേണ്ടി ഇവർ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ചങ്കും കരളും ഒക്കെ പെട്ടെന്ന് തന്നെ കത്തിക്കരിഞ്ഞ് ഇവർ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് വംശീയമായിട്ട് ഈ ആളുകളെ തകർത്ത് കളയുന്ന ഒരു വല്ലാത്ത സംഭവമാണ്. ഇത്തരം സംഭവം നിലനിൽക്കുമ്പോഴും ഗവൺമെൻറ് വളരെ മോശമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിനെതിരെ ഒരു ജനകീയ കൂട്ടായ്മ തന്നെ ഉയർന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വ്യാപകമായ രീതിയിൽ സ്കൂളുകൾ നടത്തി അവരുടെ അച്ഛന്മാരെ അമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ലഹരി വിതരണം ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഇവർ തന്നെ ഇപ്പുറത്ത് ലഹരി വിരുദ്ധം നടത്തുക, ഇപ്പുറത്ത് ലഹരി സുലഭമായിട്ട് വിതരണം ചെയ്യുക. ഇത് രണ്ടും നടത്തുന്ന ഈ ഇരട്ടത്തപ്പ് ഈ പൊളിറ്റിക്കൽ നയത്തിനെതിരെയാണ് നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടത്. ഇപ്പം മുട്ടിന് മദ്യ ഷാപ്പുകൾ തുറന്നു വെച്ചിരിക്കുക. ഇത് ഒരു ആഹാര പദാർത്ഥമായിട്ട് സ്വീകരിക്കുന്ന സമയമാണ് എന്നാണ് ഭരണത്തിലിരിക്കുന്ന ആളുകൾ എപ്പോഴും പ്രസംഗിക്കുന്നത്. ആഹാരത്തിൻ്റെ ഒരു വിഹിതമാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളതാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഭരണാധികാരികളാണ് ഈ ആളുകളെ വംശീയമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണ സംവിധാനത്തിൻ്റെ അവരുടെ ഒരു ഉള്ളാലെയുള്ള ഒരു അജണ്ട ഈ ആളുകളെ വംശീയമായിട്ട്
ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് ശരിക്കും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദിവാസികൾ വംശീയമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ആദിവാസികളുടെ കണക്കെടുത്തത് ഇപ്പോൾ ഇല്ല. ഒരു കാലഘട്ടത്തിൽ അട്ടപ്പാടിയിൽ 60% ആദിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. 60%. അവിടെ ജനസംഖ്യയിൽ 60% ആദിവാസിയായിരുന്നു അട്ടപ്പാടിയിൽ. ഇപ്പോഴത്തെ അട്ടപ്പാടിയിലെ ഒരു ജനസംഖ്യയുടെ കണക്ക് പറയുന്നത് ഇപ്പോൾ 36% ആദിവാസികളുള്ളൂ. എന്നിട്ട് അവസാനത്തെ ആദിവാസികളെയും കൊന്നു തീർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി വളരെ ഗൂഢമായിട്ടുള്ള അജണ്ടയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും തുറന്നു കാണിക്കേണ്ടതും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 കോളനി പോയപ്പോൾ അവിടെ പുരുഷന്മാരില്ല, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകളും കുഞ്ഞുങ്ങളും. കൊടകിൽ പണിക്ക് പോയിട്ട് 4-5 പേര് തിരിച്ചു വന്നില്ല. അത് ബോഡിയായിട്ടാണ് വന്നേ. 2-3 ആളുകളെ കാണുന്നേ ഇല്ല. ഇവിടെ വന്നവർ മദ്യപിച്ചിട്ട് തോട്ടിലും അവിടെ ഇവിടെയൊക്കെ വീണ് അങ്ങനെ മരിച്ചു പോകുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ പോലും ഇപ്പം ഈ സർക്കാർ എല്ലാ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം പറയുമ്പോൾ പോലും ഈ കേന്ദ്ര ഫണ്ടായിട്ടും മറ്റൊരു രീതിയിൽ കോടിക്കണക്കിന് രൂപ ആദിവാസി വികസനത്തിനായിട്ട് വരുന്നുണ്ട്. ഈ പൈസ മുഴുവൻ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഏത് വകുപ്പിലൂടെ പോകുന്നു, ആരൊക്കെ ഉപയോഗിക്കുന്നു, ആരുടെ കയ്യിലൊക്കെ എത്തുന്നു എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആദിവാസികളൊക്കെ ഇങ്ങനെ മരിച്ചു തീരുമ്പോൾ ഇപ്പോൾ ആദിവാസികൾക്ക് മരിച്ചാൽ അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് കൊടുക്കാനില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ആദിവാസിയെല്ലാം മരിച്ചു കഴിയുമ്പോൾ അവിടെ 1000 ഏക്കറിനകത്ത് മ്യൂസിയം ഉണ്ടാക്കും. ആ മ്യൂസിയത്തിന് അന്നേരം ഭൂമി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ മരിക്കുമ്പോൾ അടക്കം ചെയ്യാൻ കൊടുക്കാൻ ഭൂമിയില്ല. മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അവിടെ ആദിവാസി അടിയാൻ ഇതാണ്, കുർച്ചൻ ഇതാണ്, കുറുമ്പൻ ഇതാണ്, കാട്ടുനായ്ക്കൻ ഇത്, ചോലനായ്ക്കൻ, പണിയൻ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ പ്രതിമയെ ഉണ്ടാക്കി വെച്ച് ആ പ്രതിമയിലേക്ക് എന്താ ബോർഡ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് അത് കയറാൻ പോകുന്ന ആളുകളുടെ കയ്യിൽ 150 രൂപയുടെ കൂപ്പണും കൊടുത്ത് ആദിവാസി ജീവിച്ചിരുന്നാൽ അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഫണ്ട് മേടിച്ച് കൊള്ളയടിക്കും. മരിച്ചു കഴിഞ്ഞാൽ മ്യൂസിയം ഉണ്ടാക്കി അതിൻ്റെ പേരിലും കോടിക്കണക്കിന് കൊള്ളയടിക്കും. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ആദിവാസി മേഖലകളിൽ ധാരാളം യാത്ര ചെയ്യുകയും പിന്നെ അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് CK. ഈ കേരളത്തിൽ നടക്കുന്ന ആദിവാസി വികസന പ്രവർത്തനവും മറ്റിടങ്ങളിലെ ഇതുമായിട്ട് എങ്ങനെയാണ് CKക്ക് അത് ഫീൽ ചെയ്തത്? ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അവിടങ്ങളിൽ പിന്നെ വികസന പ്രവർത്തനങ്ങൾ കൂടുതലും നടക്കുന്നത് ആദിവാസികളുടെ അഭിപ്രായത്തോടു കൂടി നടക്കുന്ന ചില വികസന പ്രവർത്തനങ്ങളുണ്ട്. അവിടെ നമുക്ക് കാണുമ്പോൾ വലിയ ആഡംബര രീതിയൊന്നും അതിന് കാണില്ല, ആ വികസനത്തിന് കാണില്ല. പക്ഷേ ആദിവാസികളുടെ അനുവാദം ഇല്ലാതെ നടക്കുന്ന പല സ്ഥലത്തുമാണ് ആഡംബരപരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിലെ ഒരു അനുഭവം, അവിടെ ഒരു ഗ്രാമം, പഞ്ചായത്ത്, ഒരു വാർഡും ഒക്കെ ആദിവാസികളുടെ കൈകളിലാണുള്ളത്. അവിടുത്തെ ഭൂമി മൊത്തം അവരുടെയാണ്. അവർക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് വീട് വെച്ചാൽ ഏക്കർ കണക്കിന് ഭൂമി കൃഷിയിടങ്ങളായിട്ടുണ്ട്. അവിടേക്കാണ് ഈ ടാറ്റ പോലെയുള്ള കമ്പനികളൊക്കെ വന്നിട്ട് ഇത് പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ ഖനനങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന അത്തരം പ്രദേശങ്ങളിലാണ്. അപ്പോൾ അതിനു വേണ്ടി ആളുകളെ കുടിയേർക്കുക, അതിനുവേണ്ടി സംഘർഷം നടക്കുമ്പോൾ ഇതിൽ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ആളുകളുടെ പേര് മാവോയിസ്റ്റ് എന്നാക്കുക, നെക്സലൈറ്റ് എന്നാക്കുക, എന്നിട്ട് അവരെ വെടിവെച്ച് കൊല്ലുക. ഇതാണ് ശരിക്കും അങ്ങോട്ട് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും ജനിച്ച മണ്ണിൽ മരിക്കുന്നിടം വരെ ജീവിക്കാൻ അവകാശമില്ല. മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യാൻ 6 അടി മണ്ണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുൽപ്പള്ളി നെല്ലിക്കര എന്ന് പറയുന്ന ആ കോളനിയിൽ പോയി. നെല്ലിക്കര അവിടെ ഞാൻ പോയപ്പോൾ അവിടെ ഒരാൾ മരിച്ചിട്ട് ഈ തലേ ദിവസം 4 മണിയാകുമ്പോൾ അയാൾ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെല്ലുന്നത് പിറ്റേ ദിവസം ഒരു 5 മണിയായപ്പോഴാണ്. അപ്പോൾ ആ സമയത്തും അയാൾ അടക്കം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ ഇന്നലെ 4 മണിക്ക് മരിച്ചതല്ലേ, നേരത്തോട് നേരം കഴിഞ്ഞു, ഇതുവരെ അടക്കം ചെയ്യാൻ എന്താ കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ചേച്ചി ഈ വീടിൻ്റെ ചുറ്റും എല്ലാവരെയും കുഴിച്ചിട്ടിട്ടുണ്ട്, ഈ ഇളന്തിണ്ണയുടെ സൈഡിലും കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുഴിച്ചിട്ട അപ്പൂപ്പനെ കുഴിച്ചിട്ട കുടുംബക്കാർ അപ്പുറത്തുണ്ട്. അപ്പോൾ അവരുടെ സമ്മതം കിട്ടിയാൽ ആദ്യം അപ്പൂപ്പനെ കുഴിച്ചിട്ട സ്ഥലത്ത് നമുക്കൊന്നുകൂടെ കുഴിച്ചിടാം.
ഇപ്പുറത്തൊക്കെ ഈ അടുത്തടുത്താണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് കുഴിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് അവരുമായിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴിച്ചിടാൻ എടുക്കാമെന്ന്. എന്തൊരു അവസ്ഥയെന്നല്ല ആലോചിച്ച് നോക്ക്. എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ശരിക്കും ഇവിടെ. എന്നിട്ട് ഇതാണ് ലോകത്തിന് മാതൃകയായിട്ടുള്ള സ്റ്റേറ്റ്. പിന്നെ സമരങ്ങളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ ധാരാളം ആളുകൾ പിന്നെ CK ആയിട്ട് സഹകരിക്കുകയും പിന്നീട് അവരിൽ പലരും പല രീതിയിൽ പുറത്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരോടുള്ള തുടർന്നുള്ള ഒരു സമീപനം എന്തായിരിക്കും? അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ഒരാളുകളെ കാണുക, അവരുമായിട്ട് ഇടപെടുക, അവരായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാവുക, അത് എക്കാലത്തും ഉണ്ടാവും. അത് ആ വ്യക്തി ഏത് പൊളിറ്റിക്സിൽ പോകുന്നു എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. ആ വ്യക്തിയായിട്ട് നമ്മൾക്കുള്ള ഒരു സുഹൃത്ത് സ്നേഹബന്ധമാണ് അതിൻ്റെ മാനദണ്ഡം എപ്പോഴും. ഞാനത് അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും എനിക്ക് ഉണ്ടാവുന്ന സുഹൃത്ത് ബന്ധവും അവരുമായിട്ടുള്ള സമീപനവും ആദ്യം എങ്ങനെയാണോ ഉണ്ടായത് അത് തന്നെയാണ് അവസാനം വരെ ഞാൻ തുടരുക. ഞാൻ ഒരാൾ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, അതൊക്കെ അയാളുടെ സ്വാതന്ത്ര്യം. ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏതിനകത്ത് പോകണോ എവിടെ നിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള മൗലിക അവകാശം അയാൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളുടെ മൗലിക അവകാശത്തിൽ കൈകടത്താൻ നമുക്കാർക്കും ധാർമ്മിക അവകാശം ഇല്ല എന്നുമാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ അത്തരം ഒരു ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ എൻ്റെ അടുത്ത് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായത് അതുണ്ടാവും. പക്ഷേ ഈ ആളുകളത് ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളൊക്കെ അത് രാഷ്ട്രീയത്തിൻ്റെ രീതിയിലാണ് സുഹൃത്തുക്കൾ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലാവുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കിയിട്ടാണ് ആളുകൾ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നത്. ഇപ്പോൾ എന്നോടൊക്കെ ഒത്തിരി ആളുകൾ മാനസികമായിട്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ, ഇവരുടെ മാനസിക പിന്തുണ ആർക്ക് വേണം? ഈ ലോകത്ത് മാനസിക പിന്തുണ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ 1 മിനിറ്റ് നേരത്തെ പ്രശ്നം പരിഹാരം കണ്ടതായിട്ട് ചരിത്രത്തിലെ ലോകത്തിലെ എവിടെ ഇല്ലാത്തത്? ഇവനെന്തിനാ ഇത് ആദിവാസിക്ക് വേണ്ടി പറയുന്നത്? ആ മാനസിക പിന്തുണ നമുക്ക് വേണ്ട. അത് വേണ്ട. ഒരുത്തൻ്റെ മാനസിക പിന്തുണ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ പിന്തുണ, രാഷ്ട്രീയ പിന്തുണ. അത് തരാൻ ധൈര്യം ഇല്ലാത്തവൻ അനങ്ങാതിരിക്കണം. ഇനി അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കൂടെ ഇന്നില്ലാത്ത 2 പേരെ കുറിച്ചാണ്. ഒന്ന് സഖാവ് ഗൗരിയമ്മയും മറ്റൊന്ന് പ്രൊഫസർ കുഞ്ഞാമൻ സാറും. ഈ 2 പേരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, ആത്മബന്ധം എങ്ങനെയായിരുന്നു? ഗൗരിയമ്മയായിട്ടുള്ള ഒരു ആത്മബന്ധം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള, ഞാൻ ചെറിയ പ്രായത്തിൽ കർഷക തൊഴിലാളി രംഗത്തുണ്ടായിരുന്നപ്പോൾ തൊട്ടാണ് ഗൗരിയമ്മയായിട്ടുള്ള ഒരു ആത്മബന്ധം എനിക്കുണ്ടാകുന്നത്. ഗൗരിയമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ചെറിയ പ്രായത്ത് കോട്ടയം നാഗമഠം മൈതാനത്തിൽ വെച്ച് കർഷക തൊഴിലാളി യൂണിയൻ്റെ ഒരു വലിയ പരിപാടി നടത്തുന്നുണ്ട്. അത് വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗൗരിയമ്മേനെ നേരിൽ കാണുന്നത്. ഗൗരിയമ്മയുടെ പ്രസംഗമൊക്കെ അവിടെ വെച്ചാണ് ഞാൻ കേൾക്കുന്നത്. അതിന് ശേഷം നിരന്തരമായിട്ട് ഗൗരിയമ്മയായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ട്. ഗൗരിയമ്മയൊക്കെ ശരിക്കും നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അങ്ങനെയാണ് ഞാൻ ശരിക്കും ഗൗരിയമ്മനെ കണ്ടത്. ഗൗരിയമ്മ ഒരു രാഷ്ട്രീയക്കാരിയോ വേറെ ഒരു സമുദായത്തിലുള്ള ഒരാളോ ആയിട്ടല്ല ശരിക്കും ഗൗരിയമ്മനെയൊക്കെ കണ്ടത്, നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ. അപ്പോൾ ആദിവാസികളുടെ ശബ്ദം എവിടെയൊക്കെയാണോ ശരിക്കും കുറഞ്ഞു പോയത് അവിടെ ശരിക്കും ഗൗരിയമ്മ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 75 നിയമത്തിലൊക്കെ ആ നിയമത്തിൽ വളരെ കർക്കശമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് നിന്നത് ഗൗരിയമ്മയാണ്. ഗൗരിയമ്മ ഒരാളാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്ത ഒരാൾ. അപ്പോൾ ആ ഒരു രീതിയിൽ പല സമയത്തും ഗൗരിയമ്മേനെയൊക്കെ ഞാൻ ആദിവാസിയായിട്ടാണ് ഞാനൊക്കെ ശരിക്കും കണ്ടത്. അപ്പോൾ ആ ഒരു ബന്ധമാണ് ഗൗരിയമ്മയായിട്ടുള്ളത്. ഞാൻ ആലപ്പുഴ സൈഡിലൂടെ പോകുമ്പോൾ ഗൗരിയമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷേ അവസാന ദിവസം ഗൗരിയമ്മയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരു 3-4 മാസമൊക്കെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി എനിക്ക്, ആ വയ്യാത്ത സമയത്ത് സഹായിക്കാൻ വേണ്ടി. പക്ഷേ മോളിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. ഇടതുപക്ഷം പോലെയുള്ള ഒരു പ്രസ്ഥാനം ഗൗരിയമ്മനെയൊക്കെ ശരിക്കും നശിപ്പിച്ച് ഒറ്റപ്പെടുത്തി തനിച്ചാക്കി ഇല്ലാണ്ടാക്കി അങ്ങനെ തീർത്ത് കളഞ്ഞതിൽ ഗൗരിയമ്മയൊക്കെ ആ മരിച്ച സമയത്തല്ല ശരിക്കും ഗൗരിയമ്മ മരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഇടപെടലിലൂടെ ഗൗരിയമ്മ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ശരിക്കും. അപ്പോൾ അത്രയധികം ഈ പ്രസ്ഥാനത്തിനെയൊക്കെ ഗൗരിയമ്മ ശരിക്കും നെഞ്ചിലേറ്റിയതാണ്.
അങ്ങനെ നെഞ്ചിലേറ്റിയ ഗൗരിയമ്മേനെയാണ് ഈ ഒരു രീതിയിലേക്ക് അവർ ചെയ്തത്. ഇപ്പോൾ ഗൗരിയമ്മയെ പോലുള്ള ആളൊക്കെ സ്വന്തം ഭർത്താവിനെ, പാർട്ടിക്ക് വേണ്ടിയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ചത് ഗൗരിയമ്മ. അവരുടെ ഭർത്താവ് CPI-കാരനായിരുന്നു, ഗൗരിയമ്മ CPM-കാരിയായിരുന്നു. CPI-കാരിലേക്ക് CPM കാരിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് ചോർത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ കൂടെ നിൽക്കണമെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടി ഉപേക്ഷിക്കണം എന്നാണ് പാർട്ടിക്കാർ പറഞ്ഞത്. അതുകൊണ്ട് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച അത്ര മകത്തായ ഒരു രാഷ്ട്രീയ സ്ത്രീനെയൊക്കെ ഇവർക്ക് എവിടെയാ കിട്ടുക? കുഞ്ഞാമൻ സാറിൻ്റെ ഭൂസമരത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ നടക്കുന്നുണ്ട് എറണാകുളത്ത്. ഏത് ഹോളാന്ന് ഞാൻ ഓർക്കുന്നില്ല. 94 ആദ്യമായിട്ട് അവിടെ കുഞ്ഞാമൻ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാമൻ സാറ് ഇങ്ങനെ ഒരുപാട് ദുരിത ജീവിതത്തെക്കുറിച്ച്, അവഗണനയെക്കുറിച്ച്, അകറ്റി നിർത്തലിനെക്കുറിച്ച്, ജാതി വിവേചനത്തിനെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാമൻ സാർ അത് പറയുമ്പോൾ ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾക്ക് അതൊരു പുതിയ അറിവായിരുന്നില്ല. കുഞ്ഞാമൻ സാർ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യം കുഞ്ഞാമൻ സാർ മൈക്കിൽ പറഞ്ഞു. അത്രയാണ് ശരിക്കും എനിക്കതിനെ ഇതായത്. ഇപ്പോൾ വേറെയുള്ള ആളുകളൊക്കെ കുഞ്ഞാമൻ സാർ പറയുമ്പോൾ അതൊരു പുതിയ അറിവാണ് കുഞ്ഞാമൻ സാർ പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ഇതിലേക്കായിരുന്നു ബാക്കിയുള്ള ആളുകൾക്കൊക്കെ. എന്നെ സംബന്ധിച്ചോളം അതൊരു പുതിയ അറിവോ പുതിയ ഒരു സംവിധാനമല്ല. നമ്മളൊക്കെ കുഞ്ഞാമൻ സാർ ഈ പറയുന്ന സംവിധാനത്തിൻ്റെ അതിൻ്റെ ഇരകളായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അത് അതെ, അനുഭവിച്ചുള്ള അതിൻ്റെ ഈ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഇരകളായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ കുഞ്ഞാമൻ സാറ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ കുഞ്ഞാമൻ സാറിനെ പോലെ ഇത്ര ഇങ്ങനെ തുറന്നു പറയുന്ന ആളുകളില്ല. എല്ലാവരും ആർജവം ഭയങ്കരല്ലേ? അതെ, EMS-നോട് പോലും നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെ, കുഞ്ഞാമൻ സാർ അതിങ്ങനെ പച്ചയ്ക്ക് അതേപോലെ ഇങ്ങനെ തുറന്നു പറയുമായിരുന്നു. അത് അങ്ങനെ പറയുന്നതിൽ പുള്ളിക്ക് അങ്ങനെ ഒരു പേടിയോ മടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഇതിനെതിരെ എന്തെങ്കിലും വരുവോ? അല്ല, സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പഞ്ച അടക്കിയ ആൾക്കാർ നടക്കുക ഇപ്പോ. അതെ, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഇപ്പോ പുള്ളി അങ്ങനെ സ്ഥാനമാനം കൊടുക്കുമ്പോ പോലും അത് വേണ്ടാന്നാണ് പറയുന്നത്. ഈ പൗരത്വത്തിന്റെ മുഴുവൻ അവകാശവും ആ മുഴുവൻ സ്വാതന്ത്ര്യത്തോടെ കിട്ടുന്ന ആ സംവിധാനം ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വന്നാലും എനിക്ക് അവിടെ നിരാശനാകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. അതെ, അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി അതിനും ഭയപ്പെട്ടിരുന്നു. അതെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിക്കും ഇങ്ങനെ തുറന്ന് സംസാരിക്കും കുഞ്ഞാമൻ സാറ്. അപ്പോൾ ഇപ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. ഇപ്പോൾ അവസാനം എഴുതിയ സാറിൻ്റെ എതിര് എന്ന് പറയുന്ന കഥയ്ക്കകത്ത് അതിനകത്ത് സാറ് പറയുന്നത് ആകെ കേരളത്തിൽ 2 സ്ത്രീകളെ കണ്ടിട്ടുള്ളൂ. അതിലൊന്ന് അജിതയാണ്, ഒന്ന് ഞാനാണ്. ബാക്കിയുള്ളവരാരെയും സ്ത്രീകളായിട്ട് കണ്ടിട്ടില്ല എന്നാണ് സാർ അതിനകത്ത് അവസാനം പറയുന്നത്. അപ്പോൾ സാറുമായിട്ട് എനിക്ക് നിരന്തരമായിട്ടുള്ള ഒരു സഹോദര തുല്യ ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പല സ്ഥലത്തും സാറും ഞാനുമായിട്ട് ഒരുമിച്ച് പല മീറ്റിങ്ങുകളിലും പല പരിപാടിയിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ സാറിങ്ങനെ ഓരോ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട്. അതങ്ങനെ തുറന്ന് വളരെ തൻ്റെ അടുത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആർജവമുള്ള ഒരു മനുഷ്യൻ എല്ലാ കാര്യത്തിലും തൻ്റെ ഇടത്തോടു കൂടെ നിലപാടെടുക്കാൻ ഒരു അസ്തിത്വ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും സാറിങ്ങനെ കീപ്പ് ചെയ്തിരുന്നു. എവിടെ എന്തു പറയണം അതവിടെ പറയും സാറ്. അതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കുന്നു അതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ പറയേണ്ടത് ആ സമയത്ത് പറയും. അങ്ങനെ ഒരു തൻ്റെ ഇടം, ഒരു ആർജവമുള്ള ആൾ എല്ലാ കാര്യത്തിലും പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയുള്ള ഒരു പരിശ്രമം നിരന്തരമായിട്ട് പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. ആദിവാസി വിഷയങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ആദിവാസി വിഷയങ്ങളിലൊക്കെ വളരെ അതിൻ്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള അത്തരം ഒരു ചിന്തകളും അന്വേഷണങ്ങളും വളരെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് നടത്തുകയും അതിൻ്റേതായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് പുള്ളിനെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ പറ്റുമോ ആ രീതിയിലുള്ള പരിശ്രമമൊക്കെ നിരന്തരമായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ എല്ലാ സമയത്തും തടയിടുകയും അതിനൊക്കെ
അന്യവൽക്കരിക്കുന്ന അത്തരം നിലപാടുകൾ നിരന്തരമായിട്ട് നടന്നാലും എന്നാലും അത് അങ്ങനെ നിർത്തിപ്പോയില്ല. ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അതിന് തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നാൽ അത് നിർത്താതെ അത് തുടർന്ന് നടത്താനുള്ള ഒരു പരിശ്രമം നിരന്തരമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞാമ്മച്ചാർ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു തീക്ഷ്ണമായിട്ടുള്ള സമര പോരാളിയായിട്ടാണ് ശരിക്കും ആ അവസാന ഘട്ടം വരെ മരിക്കുന്ന സമയം വരെ അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഓരോ സമയത്തും ഓരോ കാര്യത്തിലും മരണം പോലും സാറ് അതെ മരണം വരെ നമുക്ക് പറ്റില്ലല്ലോ. അതെ സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമല്ല അത്. അതുപോലും സ്വന്തമായിട്ട് തീരുമാനിച്ചു ഇത്ര പിറന്നാള് ദിവസത്തിൽ ഞാൻ മരിക്കും, ആ പിറന്നാൾ ദിവസത്തിൽ ഞാൻ മരിക്കും എന്ന് തീരുമാനിക്കാൻ അതിനൊരു ഗട്ട്സ് വേണ്ടേ, ഒരു തൻ്റെ ഒരു ഗട്ട്സും പുള്ളി അങ്ങനെ തീരുമാനിച്ചല്ലോ. അതാണ് ഈ സാധാരണ മനുഷ്യരിൽ നിന്നും പുള്ളിനെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇനി വ്യക്തിപരമായൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആത്മകഥയിൽ വിശദമായിട്ട് പിന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിന് വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇക്വാലിറ്റി നഷ്ടപ്പെടും എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഒരു സജീവമായൊരു വിവാഹാലോചനയിൽ നിന്ന് തന്നെ പിൻവാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ മറ്റ് സ്ത്രീകളെപ്പോലെ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ആ കാര്യങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ട അത്തരം ഒരു ഫെമിനിസ്റ്റ് ജീവിതം വേണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നും എന്നിൽ ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറിയ പ്രായം തൊട്ടേ ഈ ആളുകളുടെ ഈ ദുരിത ജീവിതം ഇങ്ങനെ നേരിൽ പോയി കാണുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടേ നമ്മുടെ മനസ്സിലേക്ക് വേറെ ചിന്തകളൊന്നും ശരിക്കും വരുന്നില്ലായിരുന്നു സത്യത്തിൽ. അങ്ങനെ വന്നാൽ തന്നെ അത്തരം ഒരു മൈൻഡിന് നമുക്ക് സമയമേ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരാളുമായിട്ടൊന്ന് സംസാരിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സമയം നമുക്കുണ്ടായിട്ടില്ല. ഓരോ സമയത്തും നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അതിനുവേണ്ടി മാത്രം രാവും പകലും ഇങ്ങനെ നിരന്തരമായിട്ട് ശ്രമിച്ച് അങ്ങനെ വന്നപ്പോൾ എനിക്കങ്ങ് വയസ്സായിപ്പോയി. പിന്നെ വന്നതാ പറഞ്ഞ പിന്നെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. ഇല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 90 വയസ്സായ ആളുകളും കല്യാണം കഴിക്കുന്നില്ലേ. അപ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ 52 വയസ്സാണ്. പിന്നെ എനിക്കെന്തായാലും ഈ പൊതുജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. അത് എന്തൊക്കെ ചെയ്താലും ശരി, ഇപ്പോൾ ഈ പൊതുപ്രവർത്തന രംഗത്തിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ മുമ്പോട്ടേ പോകാൻ പറ്റുള്ളൂ, പുറകോട്ട് പോകാൻ പറ്റും. എന്തായാലും അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഒരു ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരാൾ വേണം. തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളുടെ പകുതി പ്രശ്നം അതോടുകൂടി തീർന്നു. ഒരു 75% പ്രശ്നവും തീർന്നു. ഒരു 25% ഉണ്ടാവും. അതൊക്കെ ഈസിയായിട്ട് പരിഹരിക്കാവുന്നതാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാത്തതൊന്നുമില്ല.